ഇസ്രായേൽ സംഘർഷം കൊടുമ്പിരി കൊള്ളവേ ഇസ്രായേലിന് നേരെ ഇറാൻ പ്രയോഗിച്ച ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ചർച്ചയാവുകയാണ്. തെൽ അവീവിന് മേൽ പ്രയോഗിച്ച മിസൈലുകളെപ്പറ്റി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. ജൂൺ 13-ന് തുടങ്ങിയ സംഘർഷത്തിൽ ഇതാദ്യമായി ഫത്താഹ് 1 മിസൈലും സെഡ്ജിൽ മിസൈലും പുറത്തെടുത്തു എന്നതാണ് IRGC നൽകുന്ന പ്രധാനപ്പെട്ട വിവരം. എന്താണ് മറ്റു മിസൈലുകളിൽ നിന്നും ഫത്താഹ് 1 സെഡ്ജിൽ മിസൈലുകൾക്കുള്ള പ്രത്യേകത എന്നും എത്രത്തോളം അപകടകരമാണ് അവയെന്നും ചർച്ച ചെയ്യുകയാണ് ഇൻഡെപ്ത്. സ്വാഗതം. ഫത്താഹ് എന്നതിന് പേർഷ്യൻ ഭാഷയിൽ ജേതാവ് എന്നാണ് അർത്ഥം. ഫത്താഹ് 1 മിസൈലുകളെ ഇസ്രായേൽ സ്ട്രൈക്കർ എന്നാണ് ഇറാൻ വിശേഷിപ്പിക്കുന്നത്. ഇറാന്റെ ആയുധ ശേഖരത്തിലെ വമ്പന്മാരാണ് ഈ ഹൈപ്പർസോണിക് മിസൈലുകൾ. ഓപ്പറേഷൻ ഹോണസ്റ്റ് പ്രോമിസ് 3യുടെ 11ാം തരംഗമായാണ് ഫത്താഹ് മിസൈലുകൾ അയച്ചതെന്നാണ് റവല്യൂഷണറി ഗാർഡ് ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിക്കുന്നത്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനായി പേരിട്ട ഫത്താഹ് മിസൈലുകൾ 2023-ലാണ് ഇറാൻ അവതരിപ്പിക്കുന്നത്. പിന്നീട് കഴിഞ്ഞ വർഷം ഒക്ടോബർ 1-ന് ഇസ്രായേലുമായുള്ള സംഘർഷത്തിൽ ജെറുസലേമിന് നേരെയും ഇറാൻ ഫത്താഹ് മിസൈലുകൾ പ്രയോഗിച്ചു. മറ്റു മിസൈലുകളെ അപേക്ഷിച്ച് 10 മടങ്ങ് വേഗതയും കൃത്യതയും കൈമുതലാക്കിയ മിസൈലുകളാണ് ഫത്താഹ്. ഇതുകൊണ്ട് തന്നെയാണ് ഇവയ്ക്ക് പ്രാധാന്യമേറുന്നതും. വിക്ഷേപിച്ച് പാതി വഴിയിൽ സഞ്ചാരപാത മാറ്റാൻ സാധിക്കുന്ന തരത്തിലാണ് ഇവ നിർമ്മിച്ചെടുക്കുന്നത്. ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിനെയും ആരോയെയും ഒക്കെ നിഷ്പ്രയാസം മറികടക്കാൻ ഇവയെ സഹായിക്കുന്നതും ഈ സവിശേഷതയാണ്. 2023-ൽ ഫത്താഹ് മിസൈലുകൾ അനാവരണം ചെയ്യുന്ന സമയത്ത് തെഹ്റാനിൽ ഒരു വലിയ ബാനർ പ്രദർശിപ്പിച്ചിരുന്നു. 400 സെക്കൻഡ് ടു ടെൽ അവീവ് എന്ന് അർത്ഥമാക്കുന്ന ഹീബ്രു വാചകമാണ് ആ ബാനറിലുണ്ടായിരുന്നത്. അതായത് വിക്ഷേപിച്ച് 400 സെക്കൻഡുകൾക്കുള്ളിൽ ഈ മിസൈലുകൾക്ക് ഇസ്രായേലിൽ എത്താനാകും. അതിവേഗ മിസൈലുകളായതുകൊണ്ടും ദ്രുതഗതിയിൽ സഞ്ചാരപാത വ്യതിചലിക്കുന്നതുകൊണ്ടും ഇവയെ തടസ്സപ്പെടുത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ശബ്ദത്തെക്കാൾ 5 മടങ്ങ് വേഗത്തിലാണ് ഈ മിസൈലുകൾ സഞ്ചരിക്കുക. മണിക്കൂറിൽ 6100 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ ഇവയ്ക്കാവും. 12 മീറ്റർ നീളമുള്ള ഈ മിസൈലിന്റെ ദൂരപരിധി 1400 കിലോമീറ്ററാണ്. ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ഫത്താഹ് മിസൈലുകൾക്ക് 200 കിലോഗ്രാം ഭാരം വഹിക്കാൻ ശേഷിയുണ്ടെന്നാണ് ഇറാൻ വാച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ ഇസ്രായേലിനെതിരെ തൊടുത്ത മിസൈലുകളിൽ ഭൂരിഭാഗവും ഫത്താഹ് മിസൈലുകളാണെന്നാണ് റിപ്പോർട്ട്. ഇനി ഫത്താഹ് മിസൈലുകളോളം അല്ലെങ്കിൽ ഒരുപക്ഷെ അതിന്റെ ഇരട്ടിയാണ് സെഡ്ജിൽ മിസൈലുകളുടെ ശേഷി. ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത 2 ഘട്ടങ്ങളുള്ള ഖര ഇന്ധനം ഉപയോഗിക്കുന്ന മിസൈലാണ് സെഡ്ജിൽ. ഇറാന്റെ കൈവശമുള്ളതിൽ ഏറ്റവും വലിയ മിസൈലുകളിൽ ഒന്നാണിവ. ഇതാദ്യമായാണ് ഇറാൻ സെഡ്ജിൽ മിസൈലുകൾ പ്രയോഗിക്കുന്നതും. കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ച ആകാശത്ത് വളഞ്ഞു പുളഞ്ഞു കാണുന്ന രേഖ സെഡ്ജിൽ മിസൈലുകളുടേത് തന്നെയാണെന്നാണ് വിവരം. 2500 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് സെഡ്ജിൽ. എന്നുവെച്ചാൽ പശ്ചിമേഷ്യ ഒന്നാകെ ഇതിന്റെ ലക്ഷ്യപരിധിയിൽ വരും. തെൽ അവീവിനെ 2000 കിലോമീറ്റർ അകലെ നിന്ന് പോലും ഇവയ്ക്ക് ചാരമാക്കാം. നദാൻസിൽ നിന്ന് വെറും 7 മിനിറ്റ് കൊണ്ട് ഇവ തെൽ അവീവിലെത്തും. 1000 കിലോ വരെ ഭാരം വഹിക്കാൻ ശേഷിയുണ്ട് സെഡ്ജിലിന്. സജിൽ, അഷൗറ, അഷൂറ എന്നും ഇവയ്ക്ക് മറ്റു പേരുകളുണ്ട്. ചൈനയുടെ സഹായത്തോടെ ഇറാൻ 1990-കളിൽ തന്നെ സെഡ്ജിൽ മിസൈലുകൾ നിർമ്മിക്കാൻ ശ്രമം തുടങ്ങിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. 2008-ലും 2009-ലുമൊക്കെ മിസൈലിന്റെ ടെസ്റ്റിംഗ് നടപടികൾ നടന്നിരുന്നു. 2012 വരെ 4 തവണയാണ് ടെസ്റ്റിംഗ് നടന്നത്. ആ സമയം കൊണ്ട് 1900 കിലോമീറ്റർ ദൂരപരിധി കൈവരിച്ചിരുന്നു സെഡ്ജിൽ. 2021-ലാണ് ഇറാന്റെ സൈനിക നടപടികളിൽ സെഡ്ജിൽ മിസൈലുകൾ ഒരു സുപ്രധാന ആയുധമായി വിലയിരുത്തപ്പെടുന്നത്. ഇത്ര നാളും നിർമ്മാണ ഘട്ടത്തിലാണ് സെഡ്ജിൽ എന്ന് കരുതിയെടുത്താണ് ഇസ്രായേലിന് നേരെ അതുതന്നെ പ്രയോഗിച്ച് ഇറാന്റെ അപ്രതീക്ഷിത നീക്കം. ഇറാന്റെ മിസൈൽ ശേഖരത്തിൽ പകുതിയും ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിനിടെയാണ് ഫത്താഹും സെഡ്ജിലും ഉൾപ്പെടെ പുറത്തെടുത്ത് ഇറാന്റെ തിരിച്ചടി എന്നതാണ് ശ്രദ്ധേയം. ഇസ്രായേൽ ആക്രമണത്തിൽ മിസൈലുകൾ തകർന്നതിനാൽ ഇറാൻ ഇവയുടെ ഉപയോഗം കുറയ്ക്കുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തെത്തിയിരുന്നു. ഇതിനെ പിന്താങ്ങുന്നതായിരുന്നു IDFന്റെ വാദങ്ങളും. ഇറാന്റെ മിസൈൽ ശേഖരം 45% ഇടിഞ്ഞു എന്നായിരുന്നു IDF വാദം. എന്നാൽ ഇതിനെ പൊളിച്ചടക്കുന്നതാണ് ഇറാന്റെ പ്രത്യാക്രമണങ്ങളൊക്കെ. ഇതുവരെ 2000 ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാന്റെ പക്കലുണ്ടെന്നായിരുന്നു കണക്കുകൂട്ടലെങ്കിൽ
ഇറാന്റെ ആയുധ ശേഖരത്തിന്റെ കനം അതിലും എത്രയോ മടങ്ങ് അധികമാണെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്.